പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. ഇടവക മുഖപത്രമായ പാരിഷ് പൾസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് 15 വർഷം പൂർത്തിയാകുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയരെ, നെല്ലിക്കുന്നം മാർ തിമത്തിയോസ് പള്ളി ഇടവകയുടെ മുഖപത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാ ഇടവക സഭാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. ഇടവക പത്രത്തിൻ്റെ പ്രവർത്തനം വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുറത്തിറക്കിയ ഈ വീഡിയോ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തൽ കൂടിയാണ്. പത്രത്തിൻ്റെ സ്പെഷ്യൽ എഡിഷനുകളിലേക്ക് സന്ദേശം നൽകുകയും അതുപോലെ പല ലക്കങ്ങൾ പ്രകാശനം ചെയ്യുവാൻ ഇടവകയിൽ എത്തുകയും ചെയ്ത അഭിവന്യ തിരുമേനിമാരോട് ആദ്യമായി നന്ദി പറയുന്നു. മുൻ വികാരിമാർ, അസിസ്റ്റൻ്റ് വികാരിമാർ, മുൻ എഡിറ്റർ, സബ് എഡിറ്റർ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മുൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ഒട്ടേറെ പേരോട് നന്ദി പറയാനുണ്ട്. അവരുടെ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നു. പത്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനും വികാരിയുമായ റവറൻ ജാക്സ് ചാണ്ടി കശീശയുടെ സേവനം ഏറ്റവും വിലപ്പെട്ടതാണ്. അസിസ്റ്റൻ്റ് വികാരി റവറൻ ബിനോയ് നിരപ്പത്ത്, കൈക്കാരന്മാരായ തിമത്തി മാളിയേക്കൽ, പി ഫ്രാൻസിസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, ഇടവക വിശ്വാസികൾ തുടങ്ങി എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തുടർന്നും പത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. പാരിഷ് പൾസിന്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് തിരുമേനിയുടെ സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളിയിലെ ഇടവക പത്രമായ പാരിഷ് പൾസ് ഇപ്പോൾ 15ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ചും വാട്സപ്പും മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഇടവകയിലെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു ഇടവകയാണ് മാർ തിമത്തിയോസ് ചർച്ച്. അതുകൊണ്ട് ആ വാർത്തകളൊക്കെ ഇന്നും അതേപോലെ തന്നെ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് മാർ തിമത്തിയോസ് പള്ളിക്ക് കഴിയുന്നു. പാരിഷ് പൾസിൽ ഇടവകയുടെ വിശേഷങ്ങളും വാർത്തകളും അതുപോലെ തന്നെ ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ഇനിയും സുഗമമായിട്ട് മുന്നിലേക്ക് പോകട്ടെ. ഇത്രയും വർഷം 15 വർഷക്കാലം അത് മുടക്കം കൂടാതെ അതിറക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റി എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യം അത് തുടങ്ങുന്ന സമയത്തുള്ള അച്ഛന്മാരെയും കൈക്കാരന്മാരെയും ഇതിന് തുടക്കം കുറിച്ചവരെയും ഈ സമയത്ത് പ്രത്യേകം ഓർക്കട്ടെ. ഇത്രയും കൊല്ലം അത് വിജയകരമായിട്ട് നടത്തിയ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തുടർന്നും ഇത് ആത്മീയ ജീവിതത്തിനും അതുപോലെ ഇടവക പ്രവർത്തനത്തിനും ഒരു മുതൽക്കൂട്ടാകട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 15ാം വാർഷികം ആഘോഷിക്കുന്ന പാരിഷ് പൾസിനെ സന്ദേശവുമായി നമ്മുടെ അഭിവന്ദ്യ തിരുമേനി ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്ത. നെല്ലിക്കുന്ന ഇടവകയിലെ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികമാണ്. കൃത്യമായും ഭംഗിയായും പുറത്തിറങ്ങുന്ന പാരിഷ് പൾസ് വളരെ പ്രയോജനമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് 15 വർഷമായപ്പോൾ അത് ഒന്ന് ഓർക്കാൻ ഇതൊരവസരമായി. ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, മാർ തിമത്തിയോസ് പള്ളി നെല്ലിക്കുന്നിൻ്റെ ഇടവക പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്നതായ ഈ വീഡിയോ സംരംഭത്തിലേക്ക് എല്ലാവിധ ഭാവങ്ങളും ആദ്യം തന്നെ നേരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2009 ഈ പത്രം ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്.
പത്രത്തിൻ്റെ ിലൂടെ നമുക്ക് നമ്മുടെ ഇടവകയുടെയും അതോടൊപ്പം തന്നെ സഭയുടെയും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായ ദൗത്യമാണ് പാരിഷ് പൾസ് എന്നതായ മുഖപത്രമായ ഈ പത്രത്തിലൂടെ നടത്തുന്നതിന്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം 2 മാസത്തിൽ ഒരിക്കലാണ് ഈ പത്രം പുറത്തിറങ്ങുക. കോവിഡ് കാലഘട്ടത്തിൽ മാത്രമായിരുന്നു ഈ പത്രം ഒന്ന് നിലച്ചതെങ്കിലും ബാക്കി എല്ലാ വർഷങ്ങളിലും മുള തെറ്റാതെ 2 മാസത്തിലൊരിക്കലായിട്ട് ഇത് അതേപടി തന്നെ പുറത്തിറക്കുമായിരുന്നു. ബാക്കിയുള്ളതായ പള്ളികളിൽ നോക്കുകയാണെങ്കിൽ അതെല്ലാം തിരുനാൾ പതിപ്പുകളായിട്ട് പിന്നീട് മാറിക്കഴിഞ്ഞു. ചില പള്ളികളിൽ അത് PDF രൂപത്തിൽ ഫോർമാറ്റിൽ അത് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഹാർഡ് കോപ്പി ആയിട്ട് തന്നെയാണ് ഈ 2 മാസം കൂടുന്തോറും പാരിഷ് പൾസ് എന്നായ പത്രം പുറത്തിറങ്ങുന്നത്. ഇതിന് പ്രവർത്തിച്ചതായ മുൻ വികാരിമാർ, മുൻ ഭാരവാഹികൾ, ഇതിൽ ഈ ആശയം കൊണ്ടുവന്നതായ ശ്രീ ജോയ് ആലപ്പാട്ട് എന്നിവരെല്ലാം തന്നെ പ്രത്യേക അഭിനന്ദനാർഹരാണ്. ഇതിന് എല്ലാവിധ സഹകരണവും നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതായ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ 12 വർഷത്തോളമായിട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതായ ശ്രീ ടോമി ഏട്ടൻ, എല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതായ വ്യക്തികളാണ്. തുടർന്നുള്ളതായ നാഴികക്കല്ലുകളും ഈ പത്രം ഏറ്റവും സുഗമമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ പുറത്തിറക്കുവാനായിട്ട് ഈ പത്രത്തിന് സാധ്യമാകട്ടെ. എല്ലാ നവീന ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പത്രം പുറത്തിറക്കുമ്പോൾ ഓരോ മാസവും വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് ആകാംക്ഷഭരിതരായിട്ട് ആ പത്രം ഏറ്റുവാങ്ങുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആകയാൽ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ഈ പാരിഷ് പൾസ് പത്രത്തിൻ്റെ ഈ 15ാം വാർഷികം ആഘോഷിക്കുന്നതായ ഈ സുദിനത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 15ാം വാർഷികം ആഘോഷിക്കുന്ന പാരിഷ് പൾസിനെ ആശംസകൾ നേർന്നുകൊണ്ട് ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ 2 വാക്ക് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി, സഹവികാരി, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക അംഗങ്ങളെ, നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി ഇടവകയുടെ മുഖപത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന വിവരം അറിയുവാൻ സാധിച്ചു. കൊറോണ കാലഘട്ടം ഒഴികെ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വരുന്നതിൽ സന്തോഷം ആദ്യം അറിയിക്കട്ടെ. ഈ പത്രിക ഇടവകയിലെയും സഭയുടെയും വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനും അതുവഴി സഭയുടെയും ഇടവകയുടെയും കൂട്ടായ്മ വളരുന്നതിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസിദ്ധീകരണത്തിനായി പ്രവർത്തിച്ച ഇടവക വികാരി, സഹവികാരി, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, ആശംസകളും നേരുന്നു. ഇടവകയുടെ ഡയമണ്ട് ജൂബിലിയും ഈ വർഷം നടക്കുന്നതിനാൽ ഏവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ ഇടവകയിലെ ജനങ്ങളെ ഇടവക കാര്യങ്ങൾ അറിയിക്കുന്നതിനായിട്ട് ഇടവക നടത്തുന്ന പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. ഇതിനായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഇനിയും കൂടുതലായി നടത്തുവാൻ തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ ഇടവക പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇടവകയുടെ സ്പന്ദനം ഇടവക വിശ്വാസികളിലേക്ക് എത്തിക്കുന്ന ഈ മാധ്യമത്തിൻ്റെ വരുംകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ സാരഥികൾക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പാരിഷ് പൾസ് പിന്നിട്ട നാൾവഴികളിലൂടെ മാർ തിമോത്തിയോസ് പള്ളി നെല്ലിക്കുന്ന് ഇടവക പത്രമായ പാരിഷ് പൾസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് 15 വർഷം പൂർത്തിയാകുന്നു. 2009 ജനുവരിയിൽ നടന്ന ഒരു ഇടവക പൊതുയോഗത്തിൽ ഇടവകയിലെ വാർത്തകൾ അറിയുന്നതിന് 2 മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം വേണമെന്ന ആശയം ശ്രീ ജോയ് ആലപ്പാട്ട് അവതരിപ്പിക്കുകയും അതിന്റെ ആവശ്യകത പാരിഷ് കൗൺസിലിനെ ബോധ്യപ്പെടുത്തുകയും തുടർന്നു വന്ന പൊതുയോഗത്തിൽ പത്രത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു.
പത്രത്തിന്റെ കാര്യനിർവഹണത്തിനായി ശ്രീ ജോയ് ആലപ്പാട്ടിനെ പ്രഥമ എഡിറ്ററായി യോഗം ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കുകയും പിന്നീട് എഡിറ്ററുടെ കീഴിൽ പ്രവർത്തിക്കുന്നതിന് ഒരു എഡിറ്റോറിയൽ ബോർഡിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അഭിവന്ദ്യ ഡോക്ടർമാർ അപ്രി മെത്രാപ്പൊലീത്ത രക്ഷാധികാരിയായ ഈ പത്രത്തിന്റെ ചെയർമാനായി അന്നത്തെ വികാരി റവറൻ ലാസർ മടത്തുംപടി കശീശിയെയും വൈസ് ചെയർമാനായി അസിസ്റ്റന്റ് വികാരി റവറൻ ടിൻഡോ തിമത്തി കശീശിയെയും സബ് എഡിറ്റർമാരായി പ്രിൻസി ലിയോൺസ്, ടോമി ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങളായി PM റാഫേൽ, ജോൺസൺ കാട്ടുകാരൻ, സണ്ണി AT, ബാബു KA, തിമത്തി മാളിയേക്കൽ, ജോയ് AV, ലിംസി ജോൺസൺ, ഫ്രാൻസിസ് CD, അന്തപ്പൻ KT, മേരി വർഗീസ്, ലിൻഡോ റാഫേൽ, ലിയോൺ കാങ്കപ്പാടൻ, റോയ് ജോൺ, സിനീഷ് M. ആൻഡോ എന്നിവരെയും എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സായി ജോസ് പള്ളിപ്പുറം, റാഫേൽ K. ചിദലൻ, KV ഡേവി, മിസിസ് ഗ്ലാഡി ഫ്രാൻസിസ്, മിസിസ് സൂസൻ ബേബി എന്നിവരെയും തെരഞ്ഞെടുത്തു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. മാർ തിമോത്തിയോസ് പള്ളി നെല്ലിക്കുന്ന ഇടവകയിലെ ഇടവക വിശ്വാസികൾക്ക് വേണ്ടി ആരംഭിച്ച പാരിഷ് പൾസ് എന്ന പത്രം ഇന്ന് 15 വർഷം പൂർത്തീകരിക്കുകയാണ്. ആയതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മുൻ പ്രഗത്ഭ വ്യക്തികളെയും ഇപ്പോൾ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും കൈകാര്യമുള്ള രീതിയിലുള്ള എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആശംസകളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. ഇടവകയുടെ മുഖപത്രമായ പാരിഷ് പൾസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 15 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ആയതിൻ്റെ പ്രവർത്തനത്തിന് ഉത്സാഹിച്ച എല്ലാ അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും പ്രവർത്തനം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. 2009 ഏപ്രിൽ മാസം വികാരി റവറൻ ലാസർ മടത്തുംപടി കശീശയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പത്രത്തിന്റെ ആദ്യ ലക്കം 2009 മെയ് മാസം 10-ാം തീയതി ഇടവക ദിനത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ആയതിന്റെ പ്രകാശന കർമ്മം അന്നത്തെ MLA ശ്രീ രാജാജി മാത്യു തോമസ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി ഷീബ ബാബുവിന് നൽകി നിർവഹിക്കുകയും ചെയ്തു. 2009 ഒക്ടോബറിൽ ബൈബിൾ ക്വിസ് എന്ന ചോദ്യോത്തര പംക്തി ആരംഭിക്കുകയും ഇതിന്റെ സമ്മാനങ്ങൾ നൽകുന്നതിന് പരേതനായ കാട്ടിലച്ചൻ എന്നറിയപ്പെടുന്ന റവറൻ E.A. പോൾ കശീശയുടെ കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്തു വരികയും ചെയ്യുന്നു. പാരിഷ് പൾസിന്റെ ആഭിമുഖ്യത്തിൽ 2010 ഏപ്രിൽ മാസം 15-ന് പത്രത്തിലേക്ക് പരസ്യം തരുന്ന വ്യക്തികളെയും എഴുത്തുകാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്നേഹസംഗമം നടത്തുകയുണ്ടായി. 2010 ജൂൺ 13-ന് അഭിവന്ദ്യ ഡോക്ടർമാർ അപ്രി മെത്രാപ്പൊലീത്തയുടെ സപ്തതിയോടനുബന്ധിച്ച് തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളുടെ പ്രദർശനം പള്ളി ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ധാരാളം ഇടവക വിശ്വാസികളും സഭാവിശ്വാസികളും പങ്കെടുത്തു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാർ തിമോത്തിയോസ് നെല്ലിക്കുന്ന പള്ളി ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഇതേ വർഷം തന്നെ നമ്മുടെ ഇടവക മുഖപത്രമായ പാരിഷ് പൾസിൻ്റെ 15-ാം വാർഷികവും ആചരിക്കപ്പെടുന്നു എന്നുള്ളത് ഇടവക വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഒരു പത്രം പുറത്തിറക്കണമെങ്കിൽ അതിന് പിന്നിൽ എത്രമാത്രം പ്രയത്നം ആവശ്യമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയും നാൾ മുടക്കമില്ലാതെ കോവിഡ് കാലഘട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതുവരെയും മുടക്കമില്ലാതെ ഈ പത്രം ഇറക്കാനായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുൻ വികാരിമാർ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ എന്നിവരെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വികാരി ഫാദർ ജാക്സ് ചാണ്ടി അച്ഛൻ, ഫാദർ ബിനോയ് നിരപ്പത്തച്ഛൻ, എഡിറ്റർ ടോമി ജോസ് മണ്ണുത്തി, സബ് എഡിറ്റർ ജോഷി ആൻ്റണി, മറ്റ് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, കൈക്കാരന്മാർ എന്നിവരെ പ്രത്യേകം അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പരസ്യം തന്ന് സഹകരിച്ച എല്ലാ ഇടവകക്കാർക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഇനിയും ഈ പത്രത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഡയമണ്ട് ജൂബിലി കൺവീനർ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2011 ജനുവരി ഫെബ്രുവരി തിരുനാളിലക്കം അന്നത്തെ കോർപ്പറേഷൻ മേയർ ശ്രീ IP പോൾ, കൗൺസിലർ ശ്രീമതി സൂസൻ ബേബിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു.
പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. നമസ്കാരം. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി മുഖപത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ പാരിഷ് കൗൺസിൽ എന്ന നിലയിൽ ഉള്ള ആശംസകൾ അറിയിക്കുന്നു. 15 വർഷം ഈ ഇടവകയിൽ ഈ പ്രസിദ്ധീകരണം വൻ വിജയമാക്കി തീർക്കുവാൻ ഇടവക ജനങ്ങളും ഒപ്പം തന്നെ ഇടവക വികാരി, അസിസ്റ്റൻറ്റ് വികാരി, മറ്റ് പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ പൂർണ്ണ സഹകരണവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഈ പ്രസിദ്ധീകരണം വൻ വിജയമാക്കി തീർക്കുവാൻ 15ഉം 20ഉം 30ഉം 40ഉം അങ്ങനെ കൊല്ലങ്ങൾ താണ്ടി വൻ വിജയമായി പ്രസിദ്ധീകരണം പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. നമസ്കാരം. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയുടെ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. അത് ഈ പള്ളിയുടെ തന്നെ ഡയമണ്ട് ജൂബിലി വർഷത്തിൽ വന്നത് എന്തായാലും നന്നായി. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വികാരി, അസിസ്റ്റൻ്റ് വികാരി, അതിൻ്റെ എഡിറ്റർ, എല്ലാവർക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കുമുള്ള ആശംസകൾ. തുടർന്നും ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പാരിഷ് കൗൺസിൽ എന്ന ഇതിലുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 2011 മാർച്ച് മാസം പത്രത്തിന്റെ പുതിയ ചെയർമാനും വികാരിയുമായ റവറൻ തോമസ് തേർമഠം ചുമതലയേറ്റു. 10/5/2012 ഫാദർ തോമസ് തേർമഠത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുതിയ എഡിറ്ററായി ശ്രീ ടോമി ജോസ് മണ്ണുത്തിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ശ്രീമതി പ്രിൻസി ലിയോൺ സബ് എഡിറ്ററായും ശ്രീ ലിയോൺ കാങ്കപ്പാടൻ ട്രഷററായും യഥാക്രമം തെരഞ്ഞെടുത്തു. 2012 മെയ് മാസത്തിലെ ഇടവക ദിനത്തിൽ ആദ്യമായി പാരിഷ് പൾസ് മൾട്ടി കളറിൽ പ്രസിദ്ധീകരിച്ചു. പാരിഷ് പൾസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മുടെ ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പള്ളിയുടെ പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികമാണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പാരിഷ് പൾസ് ഇറക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് നമ്മുടെ ഇടവക വികാരിമാരാണ്. കാരണം അവരുടെ ഒരു പിന്തുണയും അതിൻ്റെ കൂടെ നമ്മുടെ ഇടവക ജനങ്ങളുടെ വളരെയേറെ പിന്തുണ, അത് കാരണം പരസ്യമായാലും അതിൻ്റെ മാറ്ററുകളായാലും അവർ കൊടുക്കുന്ന കാരണമാണ് നമുക്ക് ഈ 15 കൊല്ലം ഈ സംഘടനയ്ക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റിയത്. എന്തായാലും ഈ പത്രത്തിന് ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, കാരണം നമ്മുടെ മാതൃകയായി, നമ്മുടെ സഭയ്ക്ക് മാതൃകയായി നമ്മുടെ നെല്ലിക്കുന്ന് പള്ളിയിലെ പാരിഷ് പൾസ് ആയതിൽ വളരെ സന്തോഷമുണ്ട്. മെയ് സംഘടനയുടെ എല്ലാ ആശംസകളും ഈ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. പാരിഷ് പൾസിൻ്റെ 15ാമത്തെ വാർഷികത്തിന് ദൈവകൃപയാൽ നടന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നു. പാരിഷ് പൾസിലെ അച്ഛൻ തരുന്ന സന്ദേശങ്ങളും അതുപോലെ തന്നെ ക്വിസിൻ്റെ ചോദ്യോത്തര പദവിയും സംഘടനയുടെ എല്ലാവിധ പരിപാടികളും ഇടവക പള്ളിയിലത്തെ വാർത്താവിശേഷങ്ങളുമെല്ലാം നമുക്ക് ഇടവക വിശ്വാസികൾക്ക് നൽകുകയും അത് നല്ലൊരു പ്രചോദനം നമുക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഈ സംരംഭത്തിലെ മഹിളാ സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2014 ജൂൺ മാസം പത്രത്തിന്റെ ചെയർമാനും വികാരിയുമായ ടി.ഒ. ഇഗ്നേഷ്യസ് അച്ഛൻ ചുമതലയേറ്റു. 2015 ഫെബ്രുവരിയിൽ കൂടിയ പത്ര കമ്മിറ്റി യോഗത്തിൽ ശ്രീ A.T. സണ്ണിയെയും ശ്രീ ലിയോൺ കാങ്കപ്പാടിനെയും പത്രത്തിന്റെ പ്രൂഫ് നോക്കുന്നതിനെ ചുമതലപ്പെടുത്തി. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. ഇടവക പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇടവക വുമൻസ് യൂത്ത് അസോസിയേഷൻ്റെ എല്ലാവക ആശംസകളും ഞാൻ നേരുന്നു. സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശ്വാസികളിൽ എത്തിക്കുന്നതിനുള്ള ഒരു നല്ല മാധ്യമമായി ഞങ്ങളിതിനെ കാണുന്നു.
പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. നമ്മുടെ ഇടവകപത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ യൂത്ത് അസോസിയേഷൻ്റെ പേരിൽ ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും ഈ ഒരു പ്രസിദ്ധീകരണം കുറേ നാൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. 2017 ജൂൺ മാസം പത്രത്തിന്റെ പുതിയ ചെയർമാനും വികാരിയുമായ റവറൻ ഡേവിഡ് കെ ജോൺ കശീശ ചുമതലയേറ്റു. 2019 പെരുന്നാൾ പതിപ്പിൽ ചിലവ് കഴിച്ചു കിട്ടിയ മിച്ചം തുക പള്ളിയിലേക്ക് അടയ്ക്കുവാൻ സാധിച്ചു. 2020 ജനുവരിയിലെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് 12 പേജുകളിലുള്ള മൾട്ടി കളർ പത്രം പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. ഇടവക പത്രമായ പാരിഷ് പൾസിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇടവക കൊയറിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. നമ്മുടെ ഇടവകയുടെ മുഖപത്രമായ പാരിഷ് പൾസ് 15 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ സൺഡേ സ്കൂളിൻ്റെ പേരിൽ പാരിഷ് പൾസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും 15 വർഷമായിട്ട് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന പാരിഷ് പൾസ് നമ്മുടെ ഇടവകയ്ക്ക് എന്നും കൂട്ടാണ്. അതുമാത്രമല്ല, ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും കാലം നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുവാനും തുടർന്നും ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇടവകയിലെ എല്ലാ ജനങ്ങളെയും സമൂഹത്തിലും അറിയിക്കുവാനും പാരിഷ് പൾസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സൺഡേ സ്കൂളിൻ്റെ പേരിൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പാരിഷ് പൾസ് 15ന്റെ നിറവിൽ. ഇടവകയുടെ പത്രമായ പാരിഷ് പൾസ് ആരംഭിക്കുന്നതിൻ്റെ പ്രഥമ യോഗത്തിൽ പങ്കെടുക്കാനും തുടർന്ന് ഒരു 10 വർഷത്തോളം അതിൻ്റെ സബ് എഡിറ്ററായി പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15 വർഷമായിട്ടും അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇതിന് പിന്നിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 2021 ജനുവരി മാസത്തിൽ പത്രത്തിന്റെ പുതിയ ചെയർമാനും വികാരിയുമായ റവറൻ ഡെന്നി ജോൺ തലോക്കാരൻ കശീശ ചുമതലയേറ്റു. കൊറോണ മഹാമാരി സമയത്ത് പാരിഷ് പൾസിന്റെ ഏതാനും ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ കഴിയാതെ പോയി. 2023 ജനുവരി മാസത്തിൽ അഭിമന്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത പത്രത്തിന്റെ രക്ഷാധികാരിയായി. 2023 മെയ് മാസത്തിൽ ചെയർമാനും വികാരിയുമായ റവറൻ ജാക്സ് ചാൻഡി കശീശ, വൈസ് ചെയർമാനും അസിസ്റ്റന്റ് വികാരിയുമായ റവറൻ ബിനോയ് നിരപ്പത്ത് കശീശയും ചുമതലയേറ്റു. സബ് എഡിറ്റർ ശ്രീ ജോഷി ആന്റണി, കമ്മിറ്റി അംഗങ്ങളായി ശ്രീ റാഫേൽ പെരിഞ്ചേരി, KK ജോയ്, സണ്ണി പോത്തിങ്ങൽ, വിൽസൺ ആന്റണി, ജോയ് എവി, ജെൻസൺ ജോസ്, KV ഡേവി, ശ്രീമതി വിയറ്റ് ആൻഡോ, ശ്രീമതി അനു മാത്യു, ഡിസ്വിൻ വർഗീസ്, പ്രിൻസ് മാളിയേക്കൽ, എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായി ശ്രീ തിമത്തി മാളിയേക്കൽ, ശ്രീ PP ഫ്രാൻസിസ്, ശ്രീ ലിയോൺ കാകപ്പാടൻ, ശ്രീ ഡെന്നി ഐസക്, ജോജി ജോസ്, നിതിൻ സണ്ണി എന്നിവർ അടങ്ങുന്ന ടീം പ്രവർത്തിച്ചു വരുന്നു. ഇത്രയും വർഷം പത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിച്ച എല്ലാ ഇടവക വിശ്വാസികളെയും കൂടാതെ പരസ്യം തന്ന് ഇടവകയിൽ നിന്നും ഇടവകയ്ക്ക് പുറത്തുനിന്നും സഹായിച്ച വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നീണ്ട 15 വർഷം ഇടയ ശബ്ദം എന്ന കോളം തയ്യാറാക്കി തന്ന മുൻ വികാരിമാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ പത്രത്തിന്റെ ഇടയ ശബ്ദം കോളവും പത്രം എല്ലാം 2 മാസം കൂടുമ്പോൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുവാൻ സഹായിക്കുന്ന റവറൻ ജാക്സ് ചാൻഡി കശീശയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ അസിസ്റ്റന്റ് വികാരി ബിനോയ് നിരപ്പത്ത് കശീശയോടുള്ള നന്ദിയും രേഖപ്പെടുത്തട്ടെ. പത്രത്തിനു വേണ്ട വാർത്തകളും ചിത്രങ്ങളും തന്ന് സഹായിക്കുന്ന പാരിഷ് കൗൺസിലിനോടും
മെയ്സ് മഹിളാ യൂത്ത്സ് വിമൻസ് കൊയർ സൺഡേ സ്കൂൾ എന്നീ ഭക്തസംഘടനകളിലെ സെക്രട്ടറിമാരോടും നന്ദി പറയുന്നു. പത്രത്തിന്റെ എഡിറ്ററായി 12 വർഷം പ്രവർത്തിച്ചു വരുന്ന ടോമി ജോസ് മണ്ണുത്തിയോടും അതുപോലെ 10 വർഷത്തോളം സബ് എഡിറ്റർമാരായി പ്രവർത്തിച്ച പ്രിൻസി ടീച്ചറിന്റെയും മുൻ എഡിറ്റർമാരായ ശ്രീ ജോയ് ആലപ്പാട്ടിന്റെയും സേവനത്തെ പ്രത്യേകം നന്ദി പറയുന്നു. പ്രവർത്തന കൂട്ടായ്മയുടെ വിജയമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് സന്ദേശങ്ങൾ നൽകിയ അഭിയന്ന് തിരുമേനിമാർ, ട്രസ്റ്റി ബോർഡ്, വികാരി, അസിസ്റ്റന്റ് വികാരി, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. 15 വർഷങ്ങളായി പ്രസിദ്ധീകരിച്ചു വരുന്ന പത്രങ്ങളുടെ ശേഖരമാണ് നാം ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് ശേഖരിച്ച് വരും തലമുറയ്ക്കായി കാത്തുവച്ചത് നമ്മുടെ എഡിറ്റർ ശ്രീ ടോമി ജോസാണ്. ടോമി ജോസിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വിശ്വാസത്തിൽ അടിയുറച്ച പ്രവർത്തനം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഏവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ പത്രം പ്രിന്റ് ചെയ്യാൻ സഹായിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും പ്രസ്സുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും ഈ പത്രത്താളുകളിൽ ആത്മീയ സന്ദേശങ്ങളും ഇടവകയുടെ സുവർണ നിമിഷങ്ങളും രചിക്കാൻ സർവേശ്വരൻ ഇട നൽകുമാറാകട്ടെ.